ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പിൽ നമ്മൾ ഒരുപാട് നാളായി കാത്തിരുന്നൊരു ഫീച്ചർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു ഫീച്ചറെല്ലാം തന്നെ ഒരുപാട് പേർക്കെല്ലാം ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. എസ്പെഷ്യലി ലേഡീസിനെല്ലാം തന്നെ അവരുടെ പ്രൈവസി എല്ലാം തന്നെ സംരക്ഷിക്കുന്നതിനെല്ലാം പലപ്പോഴും നമ്മളോട് ആരെങ്കിലും വാട്സപ്പ് നമ്പറെല്ലാം ചോദിക്കുമ്പോൾ നമ്മൾ നമ്പറെല്ലാം കൊടുക്കുമ്പോൾ ചില ആവശ്യങ്ങൾക്ക് പിന്നീട് അവർ ഇത് സേവ് ചെയ്ത് വയ്ക്കുമ്പോഴെല്ലാം നമ്മുടെ പ്രൈവസിയെ എല്ലാം ഇത് ബാധിക്കാറുണ്ട്. അതിനാൽ തന്നെ ലേഡീസിനെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യമൊന്നും അവരുടെ പ്രൈവസിയെ ബാധിക്കാത്ത തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കാര്യമെല്ലാമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കാര്യമെന്നെല്ലാം നോക്കാം. അതായത് നിങ്ങൾ ഇപ്പോൾ വാട്സപ്പ് എല്ലാം ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ യു എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഈ യു എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് എന്നതിൽ പോകുമ്പോഴാണ് പുതുതായി ഈ ഒരു ഓപ്ഷനെല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം യുവർ അക്കൗണ്ട് എന്നതിന് താഴെയായി യൂസർ നെയിം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു യൂസർ നെയിം എല്ലാം ക്രിയേറ്റ് ചെയ്ത് ചാറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ നമ്മുടെ ഫോൺ നമ്പർ ഒന്നും നമ്മൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈവസി എല്ലാം നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിനും അതുപോലെ നമുക്ക് ഈ യൂസർ നെയിം യൂണീക്കായി നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിലെല്ലാം ഇപ്പോൾ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഇതിനായി നമുക്ക് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. ക്രിയേറ്റ് യൂസർ നെയിം എന്നതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി അല്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിമാണ് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ യൂസർ നെയിമായി വേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ താഴെയായി യൂസ് ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം എന്ന് കൊടുക്കാം. ഇനി അല്ല, അതിന് താഴെയായി യൂസ് ഫേസ്ബുക്ക് യൂസർ നെയിം എന്നാണ് കൊടുക്കേണ്ടത് എങ്കിൽ ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ യൂസർ നെയിം ആയി എല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ക്രിയേറ്റ് യൂസർ നെയിം എന്നതിൽ കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട നെയിം എല്ലാം കൊടുക്കാം. ഞാൻ അതല്ലാതെ ഇവിടെ സെക്കൻഡായി വന്നിരിക്കുന്ന യൂസ് ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം എന്നതിൽ ടാപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു യൂസർ നെയിം എല്ലാം റിസർവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. റിസർവ് അറ്റ് KL50 ടെക് എന്നാണ് വന്നിരിക്കുന്നത്. അതായത് KL50 ടെക് എന്ന ഈ ഒരു യൂസർ നെയിം ഇപ്പോൾ റിസർവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കൺഫേം എന്ന് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ ഇത് കൺഫേം എന്ന് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യു റിസർവ്ഡ് അറ്റ് KL50 ടെക് എന്ന് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഈ ഒരു യൂസർ നെയിം എല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ റിസർവ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമെല്ലാം ഇവിടെ വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന യൂസർ നെയിം എല്ലാം യൂസ് ചെയ്ത് ആർക്കാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ എല്ലാം കൊടുക്കേണ്ടത് എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. കോൺടാക്റ്റ് മീ ബൈ യൂസർ നെയിം എവരി വൺ, അതായത് എല്ലാവർക്കും നമ്മുടെ യൂസർ നെയിം അറിയുന്നവർക്കെല്ലാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, പീപ്പിൾ ഹൂ നോ മൈ കീ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്കൊരു കീ എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു കീ ഷെയർ ചെയ്ത് കൊടുക്കുന്ന അവർക്ക് മാത്രമായി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ നമ്മുടെ യൂസർ നെയിമും ഈ ഒരു കീ എല്ലാം കൊടുത്ത് അവർക്ക് മാത്രമായിരിക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ എവരിവൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ റിസർവ് ചെയ്തിരിക്കുന്ന ഈ ഒരു നെയിം ഇത് എപ്പോഴാണ് നമുക്ക് റെഡിയാകുന്നത് യൂസ് ചെയ്യുന്നതിന് എന്നെല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കുന്നതായിരിക്കും. അധികം താമസിയാതെ നമുക്ക് ഈ ഒരു നെയിമെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട യൂസർ നെയിം എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ഓപ്ഷൻ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസർ നെയിമാണ് നിങ്ങളുടെ വാട്സപ്പിൽ വേണ്ടത് എന്ന് ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സേവ് ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്